നമസ്തേ. ഇന്ന് നമ്മളുടെ സെറ്റ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്റർ നമ്മൾ ഒരു ബേസ് കിട്ടേണ്ട ഒരു ചാപ്റ്ററാണ്. എന്നുവെച്ചാൽ ഈ ചാപ്റ്ററിനെ തുടർന്ന് നമ്മൾ ഇതിൻ്റെ യൂസ് വരുന്ന നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഈ വർഷവും അടുത്ത വർഷവും ഇനി നിങ്ങൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ ആ വർഷങ്ങളിലൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെൻ ഡയഗ്രത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊന്ന് പഠിച്ചായിരുന്നു. യൂണിവേഴ്സൽ സെറ്റ് എ ആൻഡ് ബി ആർ ടു ഫൈനൈറ്റ് സെറ്റ്സ്. They are subsets of U. They are നോട്ട് ഡിസ്ജോയിൻറ്റ് എന്ന് വെച്ചാൽ കാരണം എന്താ, ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ വേറിട്ട് നിൽക്കും. നമുക്ക് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഡിസ്ജോയിൻറ്റ്. ഇൻ്റർസെക്ഷൻ ഈസ് നോട്ട് നൾ സെറ്റ്. ഹിയർ ഈ പോർഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഈ പോർഷൻ എ ഡിഫറൻസ് ബി. ഈ പോർഷൻ നിങ്ങൾ എന്താണെന്ന് പഠിച്ചായിരുന്നു. ബി ഡിഫറൻസ് എ. ഈ പോർഷൻ നിങ്ങൾ പഠിച്ച എന്തായിരുന്നു. എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്തൊരു വെൻ ഡയഗ്രം ആയിരുന്നു. യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ആൻഡ് ബി ആർ ടു ഫൈനൈറ്റ് സബ്സെറ്റ്സ് ഓഫ് യു. നമ്മൾ ഈ വെൻ ഡയഗ്രത്തിൽ നമ്മൾ കുറച്ച് റിസൾട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർത്ത് നോക്കേ. എന്തൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇത് മൂന്നും ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റ്സുകളാണ്. മൂന്നും എയും ബിയും അല്ല. എ ഡിഫറൻസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഡിഫറൻസ് എ, അത് മൂന്നും ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവയുടെ യൂണിയൻ എന്ത് വരുമെന്ന് പറഞ്ഞു. ഇത് മൂന്നും കൂടെ ചേർന്നാൽ എ യൂണിയൻ ബി വരുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി വേറൊരു രീതിയിൽ എ യൂണിയൻ ബി എങ്ങനെ പറയാൻ പറ്റും. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ഫുള്ളും ബിയും കൂടെ ചേരും. അപ്പോൾ ഇത്രയും വി എക്സ്ട്രാ വരുന്നില്ലേ. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എയും ബിയും ചേർന്ന്. ഇപ്പോൾ ഇത് ഡിസ്ജോയിൻ്റ് അല്ലെങ്കിൽ എന്ത് വരുന്നു. ഈ എ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം, ബി എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം. അപ്പോൾ 2 പ്രാവശ്യം വരുന്നില്ലേ ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി. എ യൂണിയൻ ബി കാണാൻ എന്ത് കളയാം ഇതിൽ നിന്ന്. എ ഇൻ്റർസെക്ഷൻ ബി കളയാം. എ ഇൻ്റർസെക്ഷൻ ബി ഒരെണ്ണം അങ്ങ് കളയാം. ഇപ്പോൾ 2 എ യൂണിയൻ ബി വരും, എ ഇൻ്റർസെക്ഷൻ ബി വരും. അപ്പോൾ അത് ഒരെണ്ണം അങ്ങ് കളയാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നു. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്സ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു. ഈ എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം. എൻ ഓഫ് എയിലെ എണ്ണം പ്ലസ് ബിയിലെ എണ്ണം മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ്സ്. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി എന്ത് വരും. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ചാപ്റ്ററിന് കുറച്ച് റിസൾട്ടുകളേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചൊരു നോട്ട്സായിട്ട് തരത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് കുറിച്ചാൽ മതി. പ്രത്യേക നോട്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. എയും ബിയും ഡിസ്ജോയിൻ്റ് അല്ലെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ യൂണിയൻ ബിയിലെ എലമെൻസിൻ്റെ എണ്ണം കാണാൻ എയിലെ എലമെൻസിൻ്റെ എണ്ണം പ്ലസ് ബിയുടെ എലമെൻസിൻ്റെ എണ്ണം മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻസിൻ്റെ എണ്ണം. ഇനി എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെന്നൊന്ന് സങ്കല്പിച്ചേ. എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എന്താ വരുന്നത്. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ അവിടെ ഇൻ്റർസെക്ഷൻ എന്ത് വരും. ഒന്നുമില്ല. ഇൻ്റർസെക്ഷൻ നൾ സെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എ യൂണിയൻ ബിക്ക് എന്ത് ചെയ്താൽ മതി. എയിലെയും ബിയിലെയും എലമെൻസിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇവിടെ ഇൻ്റർസെക്ഷൻ വന്നതുകൊണ്ടാണ് അതിലൊരെണ്ണം നമ്മൾ കുറച്ച് കളഞ്ഞത്. അപ്പോൾ ഈ എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഈ റിസൾട്ട് എങ്ങനെ മാറും. എൻ ഓഫ്
എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അതായത് ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്, എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, നമുക്ക് എന്ത് പറയാം? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇതാണ് അടുത്ത റിസൾട്ട്. എന്താണ്? എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇത് വെച്ച് വേറെ ചില റിസൾട്ട് എഴുതിയില്ലേ? എ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എ കാണാനായിട്ട് എ ഡിഫറൻസ് ബിയും എന്തും കൂടെ ചേർന്നാൽ മതി? എ ഇൻ്റർസെക്ഷൻ ബിയും കൂടെ ചേർന്നാൽ മതി അല്ലേ? അതുപോലെ എ ഡിഫറൻസ് ബി കാണാൻ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് എന്ത് മാറ്റണം? എ ഇൻ്റർസെക്ഷൻ ബി മാറ്റണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. എ ഡിഫറൻസ് ബി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്ത? എ ഡിഫറൻസ് ബി കാണാൻ എയിൽ നിന്ന് എന്ത് മാറ്റിക്കളയണം? എ ഇൻ്റർസെക്ഷൻ ബി മാറ്റണം. അത് തന്നെ നമ്മളിപ്പോൾ കാർഡിനൽ നമ്പർ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ എഴുതാം. എ മൈനസ് ബിയിലെ എലമെൻസിൻ്റെ എണ്ണം കാണാൻ എയുടെ എലമെൻസിൽ നിന്ന് എന്ത് കളഞ്ഞാൽ മതി? എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻസിൻ്റെ എണ്ണം കളഞ്ഞാൽ മതി. അതാണ് അടുത്ത റിസൾട്ട്. എൻ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് അടുത്ത റിസൾട്ട്. അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചോണം, വേറെ നോട്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പം എൻ ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മൂന്നാമത്തെ റിസൾട്ടായി. ഇതുപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ ഓഫ് ബി ഡിഫറൻസ് എ. ബി ഡിഫറൻസ് എ കാണാൻ എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് എന്ത് കളയണം? എ ഇൻ്റർസെക്ഷൻ ബി കളയണം. അപ്പോൾ എന്തെഴുതാം? എൻ ഓഫ് ബി ഡിഫറൻസ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നാലാമത്തെ റിസൾട്ട് എൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നിങ്ങൾക്കറിയാം കോംപ്ലിമെൻറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്തത്? കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് എ കോംപ്ലിമെൻറ്റ് നമുക്ക് എന്താണെന്നറിയാം? യു ഡിഫറൻസ് എ അല്ലേ? അതുപോലെ തന്നെയാണ് എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. ഇതൊരു റിസൾട്ടാണ്. എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എക്സും വൈ എന്നുള്ള രണ്ട് സെറ്റ്, അതിൽ എക്സ് യൂണിയൻ വൈയിൽ 50 എലമെൻറ്റ്സ് ഉണ്ട്. എക്സിൽ 18 എലമെൻറ്റ്സും വൈയിൽ 37 എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റായിട്ടാണ് തന്നിരിക്കുകയാണല്ല. നമുക്ക് നോക്കാം തന്നിരിക്കുന്നത് വെച്ച് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്നൊന്ന് എഴുതി നോക്കാം. എക്സ് യൂണിയൻ വൈ ഹാസ് 50 എലമെൻറ്റ്സ്. എക്സ് യൂണിയൻ വൈയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ എങ്ങനെ എഴുതുന്നത്? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു 50. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഹാസ് 18 എലമെൻറ്റ്സ്. ദാറ്റ് മീൻസ് നമുക്കത് എങ്ങനെ എഴുതാം? എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 18. വൈ ഹാസ് 37 എലമെൻറ്റ്സ്. അതെങ്ങനെ എഴുതാം? എൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 37. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാവ്? എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ദാറ്റ് ഈസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവയെ കണക്ട് ചെയ്യുന്നൊരു റിലേഷൻ നിങ്ങൾ പഠിച്ചല്ലോ. അത് എയും ബിയും വെച്ച് അതെന്തായിരുന്നു? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ എയ്ക്കും ബിക്കും വരെ എക്സും വൈയോ. നമുക്ക് ആ റിസൾട്ട് ഒന്ന് എഴുതി നോക്കാം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ്
എക്സ് ഇൻ്റർസെക്ഷൻ വൈ. എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ റിസൾട്ടൊക്കെ എഴുതണം. ഈ പ്രോബ്ലം എന്തെങ്കിലും തെറ്റിയപ്പോൾ റിസൾട്ടിന് മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് എഴുതി ഇക്വേഷൻ എഴുതിയിരിക്കണം. ഇനി നമുക്ക് നോക്കാം എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ അല്ലേ. ഇതിനെ നമുക്ക് ഈ ഈക്വൽ ടു സൈൻ ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ നെഗറ്റീവ് എന്നുള്ളത് ഈക്വൽ ടു സൈൻ ഇപ്പുറം വരുമ്പോൾ എന്താകും? പോസിറ്റീവ് ആകും. അപ്പോൾ ഇതിനെ എവിടെ കൊണ്ടുപോകണം? ഇതിനെ അങ്ങ് അപ്പുറം കൊണ്ടുപോകണം. ഇപ്പോൾ ഇത് ഇപ്പുറം വരുമ്പോൾ പോസിറ്റീവ് ആകും, ഇത് അപ്പുറം പോകുമ്പോൾ നെഗറ്റീവ് ആകും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അതിനെ ഇപ്പുറം കൊണ്ടുവരിക. എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്? എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ്, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് മൈനസ് ആയപ്പോൾ എന്തായി? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഇത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസൊക്കെ എഴുതാം. എൻ ഓഫ് എക്സ് എത്ര? 18 പ്ലസ് എൻ ഓഫ് വൈ എത്ര? 37 മൈനസ് എക്സ് യൂണിയൻ വൈ എത്ര? 50 ഈക്വൽ ടു 18 plus 37, 37 plus 8, 45 plus 10, 55 minus 5, 55 minus 50 which is equal to 5. അപ്പോൾ ഇവിടെ എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ എ സ്കൂൾ there are 20 teachers who teach maths or physics. Of these, 12 teach maths and 4 teach both maths and physics. How many teach physics? അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലായില്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ വന്നറിയില്ല. അപ്പോൾ ഒറ്റ വായനയിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചു നോക്കണം. തുടക്കത്തിലെ പ്രശ്നമേ ഉള്ളൂ, പിന്നെ അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇവിടെ എന്തിൻ്റെ കാര്യമാണ് പറയുന്നത്? ഒരു സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ കാര്യമാണെന്ന് മനസ്സിലായില്ലേ? എന്തൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്? മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അപ്പം നമ്മൾ ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഓരോ സെറ്റായിട്ട് പരിഗണിക്കണം. അപ്പം നമുക്ക് അങ്ങനെ ആദ്യം ഒന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഏതൊക്കെയാണ് മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. നമുക്ക് ആ ടീച്ചേഴ്സിന് സെറ്റിന് പേര് കൊടുക്കാം. ലെറ്റ് എ ബി ദ സെറ്റ്, A be the set who teach, set of teachers ആണ്, who teach physics, maths. മാത്സിൻ്റെ ആദ്യം പറഞ്ഞേക്കുന്നത്. Let A be the set of teachers who teach maths and B be the set of teachers who teach physics. അപ്പം ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അവർ 2 ടീച്ചേഴ്സ് നമ്മൾ ഓരോ സെറ്റായിട്ട് പരിഗണിച്ചു. എ എന്ന് പറയുന്നത് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റും ബി എന്ന് പറയുന്നത് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റും. അപ്പോൾ ഇങ്ങനെ വേർഡ് പ്രോബ്ലം തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോ സെറ്റ് ഇങ്ങനെ അസ്യൂം ചെയ്യണം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? there are 20 teachers who teach maths or physics. 20 teachers who teach maths or physics. ടീച്ചർ ഈ ഓറിൻ്റെ കാര്യം മുമ്പൊരിക്കൽ പറഞ്ഞിട്ട് എന്താണ്? എവിടെയാണ് ഓർ വരുന്നത്? യൂണിയൻ പഠിപ്പിച്ചപ്പോൾ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഓർ വരുമ്പോൾ നമ്മളവിടെ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? യൂണിയൻ. ആൻഡ് വരുമ്പോഴോ ഇൻ്റർസെക്ഷൻ. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. അപ്പം മാത്സോ ഫിസിക്സോ പഠിപ്പിക്കുന്ന 20 പേര്. അപ്പോൾ ഓർ വരുമ്പോൾ യൂണിയൻ, മാത്സ് എയ്തർ മാത്സ് ഓർ ഫിസിക്സ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? യൂണിയൻ അല്ലേ. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി, മാത്സോ ഫിസിക്സോ പഠിപ്പിക്കുന്നവരുടെ എണ്ണം ഓർ യൂണിയൻ അത് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നു? 20. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫ് ദീസ്, അവരിൽ 12 ടീച്ച് മാത്സ്, 12 പേരാണ് മാത്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മാത്സ് പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിന് വേണ്ടി ഏത് ലെറ്റർ അസ്യൂം ചെയ്തേ? എ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു മാത്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം 12. ഇനി എന്താ? ആൻഡ് 4 ടീച്ച് ബോത്ത് മാത്സ് ആൻഡ് ഫിസിക്സ്. മാത്സും ഫിസിക്സും, ബോത്ത് മാത്സ് ആൻഡ് ഫിസിക്സ്. ആൻഡ് വരുമ്പോൾ എന്തായിരുന്നു? ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് 4. ഇനി എന്താ?
ഹൗ മെനി ടീച്ച് ഫിസിക്സ്? ഫിസിക്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം. ഫിസിക്സിലാണ് നമ്മൾ ഏത് ലെറ്ററാണ് കൊടുത്തത്? ബി. അപ്പോൾ നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് ബി. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ സെറ്റ് അസ്യൂം ചെയ്ത് തന്നിരിക്കുന്ന ഡേറ്റാസ് സിമ്പിൾ ഉപയോഗിച്ച് എഴുതി. ഇത് വളരെ ഈസി. നമുക്ക് എ യൂണിയൻ ബിയും ഇൻ്റർസെക്ഷനും എയും ബിയും ഒക്കെ. അപ്പോൾ ഇവയെ കണക്ട് ചെയ്യുന്ന റിസൾട്ട് ഓരോ പ്രോബ്ലത്തിലും ആ റിസൾട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. അതിന് പ്രത്യേക മാർക്കാണ് എക്സാമിന്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് നോക്കാം. എ യൂണിയൻ ബി എത്ര തന്നിട്ടുണ്ട്? 20 ഈക്വൽ ടു എൻ ഓഫ് എ ഉണ്ടല്ലോ 12 പ്ലസ് എൻ ഓഫ് ബി എത്ര നമുക്കറിയില്ല മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 4. അപ്പോൾ നമുക്ക് എൻ ഓഫ് ബി അല്ലേ വേണ്ടേ? എൻ ഓഫ് ബി അവിടെ ഇട്ടിരിക്കുകയാണ് 20. ഇതിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്തായി? -12. ഈ -4ന് ഇപ്പുറം കൊണ്ടുവരുമ്പോഴോ +4 ഈക്വൽ ടു എൻ ഓഫ് ബി. നമ്മൾ എൻ ഓഫ് ബി അവിടെ ഇട്ടിട്ട് 12നെ ഇപ്പുറം കൊണ്ടുവന്നപ്പോൾ അത് മൈനസായി, -4 ഇപ്പുറം വന്നപ്പോൾ അത് +4 ആയി. ഇത് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്? ആദ്യം ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുക. 20 + 4 24 -12 എത്രയാണ്? 12. അപ്പോൾ എൻ ഓഫ് ബി എത്ര കിട്ടി? ഈക്വൽ ടു 12. ദാറ്റ് ഈസ് എൻ ഓഫ് ബി ഈക്വൽ ടു 12. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇൻ എ കമ്മിറ്റി 50 people speak French, 20 speak Spanish and 10 speak both Spanish and French. How many speak at least one of these two languages? ഇവിടെ എന്തൊക്കെ കാര്യമാണ് പറയുന്നത്? ഒരു കമ്മിറ്റിയിലെ ആൾക്കാരിൽ ഫ്രഞ്ചും സ്പാനിഷും സംസാരിക്കുന്നവരുടെ കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർ ഈ ഫ്രഞ്ചും സ്പാനിഷും സംസാരിക്കുന്നവരെ ഓരോ സെറ്റായിട്ട് നമുക്ക് തിരിക്കണം. നമുക്ക് തിരിക്കാം. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഫ്രഞ്ച്. അതുപോലെ ലെറ്റ് ബി ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് സ്പാനിഷ്. അപ്പം സ്പാനിഷും ഫ്രഞ്ചും സംസാരിക്കുന്നവർ നമ്മൾ രണ്ട് സെറ്റാക്കി തിരിച്ചു, എയും ബിയും. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്തെല്ലാം തന്നിട്ടുണ്ടെന്നൊന്ന് എഴുതാം. നോക്കിയേ, 50 people സ്പീക്ക് ഫ്രഞ്ച്. ഫ്രഞ്ച് സംസാരിക്കുന്നത് 50 പേര്. ഫ്രഞ്ച് സംസാരിക്കുന്ന സെറ്റ് ഏതാണ്? എ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എൻ ഓഫ് എ ഈക്വൽ ടു 50. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 20 സ്പീക്ക് സ്പാനിഷ്. സ്പാനിഷിൻ്റെ സെറ്റ് ഏതാണ്? ബി. അത് എത്ര പേര്? 20. അപ്പം സ്പാനിഷ് സംസാരിക്കുന്നത് എത്ര പേര്? 20. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് ബി ഈക്വൽ ടു 20. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10 സ്പീക്ക് ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ബോത്ത് ആൻഡ് വരുമ്പോൾ നമ്മൾ ഏത് സിമ്പിളാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനും പറഞ്ഞു ബോത്ത് ആൻഡ്. സ്പാനിഷും ഫ്രഞ്ച് രണ്ടും സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഏതാണ് വരുന്നത്? ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എത്രയാണ്? 10. ഹൗ മെനി സ്പീക്ക് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ്? അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ആകാം, സ്പാനിഷ് ആകാം. ഒരെണ്ണമെങ്കിലും, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ്, ഒരെണ്ണമെങ്കിലും ഫ്രഞ്ച് ഓർ സ്പാനിഷ്. എപ്പോഴും ഓർത്തോണം, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് വരുമ്പോൾ ഓറാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറഞ്ഞു. ഓർ വന്നാൽ യൂണിയൻ, ബോത്ത് ആൻഡ് വന്നാൽ ഇൻ്റർസെക്ഷൻ. അതുപോലെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് മീൻസ് ഓറാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് എ യൂണിയൻ ബി നമുക്കറിയില്ല. മനസ്സിലായല്ലേ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ്, ഒരെണ്ണമെങ്കിലും
സംസാരിക്കുന്ന എത്ര പേർ? അപ്പോൾ എയ്തർ ഫ്രഞ്ച് ഓർ സ്പാനിഷ് ഓർ യൂണിയൻ. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് എഴുതാൻ എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി ആണ് കാണേണ്ടത്. ഈക്വൽ ടു എൻ ഓഫ് എ എത്രയാണ്? 50 പ്ലസ് എൻ ഓഫ് ബി 20 മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 10. 50 പ്ലസ് 20 70 മൈനസ് 10 എത്രയാണ്? 60. അപ്പം ഫ്രഞ്ചോ സ്പാനിഷോ ഏതെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് എത്ര പേരുണ്ട് ഇവിടെ? 60. അപ്പം നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഫ്രഞ്ച് ഓർ സ്പാനിഷ് ഈക്വൽ ടു 60. Okay. The next question. There are 200 individuals with a skin disorder. 120 has been exposed to chemical C1, 50 to chemical C2, and 30 to both the chemical C1 and C2. Find the number of individuals exposed to, first question, chemical C1 or C2. Next question, exposed to chemical C1 but not chemical C2. Third, chemical C2 but not chemical C1. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? There are 200 individuals with a skin disorder. സ്കിന്നിന് അസുഖവുമായിട്ട് 200 ആൾക്കാരുണ്ട്. അതിൽ 50 പേർക്ക് കെമിക്കൽ C1 മൂലമാണ് ഉണ്ടായത്. അല്ല സോറി, 120 ഹാസ് ബീൻ എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1. C1 മൂലം പ്രശ്നമുണ്ടായത് 120 പേർക്ക്. 50 ടു കെമിക്കൽ C2 മൂലം പ്രശ്നമുണ്ടായത് 50 പേർക്ക്. 30 ടു ബോത്ത് ദ കെമിക്കൽ C1 ആൻഡ് C2. C1ഉം C2 മൂലം പ്രശ്നമുണ്ടായ എത്ര പേരുണ്ട്? 30 പേര്. എങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പോസ്ഡ് ടു C1 ഓർ C2. C1 ഓ C2 ഓ ഏതെങ്കിലും മൂലം ഡിസോർഡർ ആയ എത്ര പേര്? C1 നോട്ട് C2. C1 മാത്രം മൂലം ഡിസോർഡർ ആയ എത്ര പേര്? C2 നോട്ട് C1. C2 വെച്ച് മാത്രം എക്സ്പോസ്ഡ് ആയ എത്ര പേര്? അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ എന്നൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 200 ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നു. അത് നമുക്കിനി ചെയ്തു വരുമ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആക്കി തരാം. നമുക്കിവിടെ എന്താ കെമിക്കൽസ് 2 തരം കെമിക്കൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് 2 സെറ്റായിട്ട് പരിഗണിക്കാം. എങ്ങനെ എഴുതാം? ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, എ ബി ദ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് who exposed to chemical C1 and B be the set of individuals who exposed to chemical C2. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറ? 120 has been exposed to chemical C1. C1 മൂലം എക്സ്പോസ്ഡ് ആയ 120 പേര്. C1 മീൻസ് ഇവിടുത്തെ സെറ്റ് ഏതാണ്? എ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? N of A is equal to 120. 50 to chemical C2. C2 മൂലം എക്സ്പോസ്ഡ് ആയ എത്ര പേർ? 50. അപ്പോൾ നമുക്ക് എന്തെഴുതാം? N of B equal to 50. ഇനിയോ അതിൻ്റെ 30 to both the chemical C1 and C2. ബോത്ത് ആൻഡ് ഏതാണ് സിമ്പിൾ? ബോത്ത് ആൻഡ് വരുമ്പോൾ രണ്ടും ഇൻ്റർസെക്ഷൻ. ദാറ്റ് ഈസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു എത്രയാണ്? 30. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, C1 ഓർ C2. അപ്പോൾ ഓർ വരുമ്പോൾ എന്താണ്? യൂണിയൻ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? N ഓഫ് A യൂണിയൻ B നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരുന്നില്ല, ഇവിടെ ഇനി എടുക്കാത്തൊരു നമ്പർ കിടപ്പുണ്ടല്ലോ. എന്താണ്? നമ്മളിതിൽ യൂസ് ചെയ്യാത്തൊരു നമ്പർ കിടപ്പുണ്ടല്ലോ. ഏതാണ്? 200 ഇല്ലേ?
അപ്പോൾ ആ 200 എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 200 ആൾക്കാരിൽ അവരിൽ കുറച്ച് പേർക്ക് ഇങ്ങനെയൊക്കെ വന്നോളൂ. കുറേ ആൾക്കാർക്ക് സ്കിൻ ഡിസോർഡർ ഉണ്ട്. അതിൽ C1ഉം C2ഉം മൂലം ഉണ്ടായതിൻ്റെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അല്ലാതെ ഈ C1ഉം C2ഉം അല്ലാതെ ഉള്ളവരും ഉണ്ട്. അപ്പോൾ മൊത്തം ഡിസോർഡറായ ആൾക്കാരുടെ എണ്ണമാണ് 200. അപ്പോൾ 200 എന്തായിരിക്കും? നമ്മളിൽ എപ്പോഴും പരിഗണിക്കുന്ന ആ സൂപ്പർ സെറ്റ് മൊത്തത്തിലുള്ളത്. ആ 200ൽ C1ഉം C2ഉം മൂലം ഉണ്ടായത് മാത്രമേ നമ്മളിവിടെ പരിഗണിച്ചോളൂ. അപ്പോൾ ഈ 200 എന്താണ്? നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ആ സൂപ്പർ സെറ്റിൻ്റെ എണ്ണമാണ് 200. അപ്പോൾ ചില കേസിലാണെങ്കിൽ മൊത്തം പേര് ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ച് വരും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? മൊത്തം പേരിൽ വന്നില്ല. 200ൽ C1ഉം C2ഉം മൂലം എക്സ്പോസ്ഡ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നിലും പെടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ 200 എന്താണെന്ന് മനസ്സിലായോ? N ഓഫ് A യൂണിയൻ B ആണ്, അല്ല സോറി, N ഓഫ് U ആണ് 200. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. N ഓഫ് U ഈസ് ഈക്വൽ ടു 200. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? N ഓഫ് A യൂണിയൻ B ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? N ഓഫ് A യൂണിയൻ B ഈസ് ഈക്വൽ ടു പറഞ്ഞേ N ഓഫ് A പ്ലസ് N ഓഫ് B മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ എന്ത് വരും? N ഓഫ് A 120 പ്ലസ് N ഓഫ് B 50 മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B 30 ഈക്വൽ ടു 120 പ്ലസ് 50 170 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 140. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1 നോട്ട് C2. C1 കൊണ്ട് മാത്രം, അതിൽ C2 വരാൻ പാടില്ല. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, A വരാം B വരരുത്. അപ്പോൾ നമ്മൾ എന്താ എടുത്തത്? A വരണം B വരില്ല. അപ്പോൾ നമ്മൾ അന്ന് എടുത്തത് എന്താ? A ഡിഫറൻസ് B. അത് തന്നെയാണ് ഇവിടെ. C1 നോട്ട് C2. C1 വരാം, എന്ത് വരല്ലേ? C2. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? N ഓഫ് C1 മൈനസ് C, സോറി, നമ്മൾ C1നും C2നും പകരം എന്താ എടുത്തേക്കുന്നത്? എയും ബിയുമാണ്. N ഓഫ് A മൈനസ് B. N ഓഫ് A മൈനസ് B നമ്മൾ എങ്ങനെ കാണും? നിങ്ങൾ കഴിഞ്ഞ റിസൾട്ട് പഠിച്ചല്ലോ. വെൻ ഡയഗ്രം വരച്ചിട്ട്, വെൻ ഡയഗ്രം വെച്ച് ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാം. ഇത് കഴിഞ്ഞ് ടീച്ചർ അത് പറഞ്ഞു തരാം. വെൻ ഡയഗ്രം വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. A ഡിഫറൻസ് B നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? എന്ത് ചെയ്തായിരുന്നു? എയിൽ നിന്ന് എന്ത് കളഞ്ഞാൽ മതി? A ഇൻ്റർസെക്ഷൻ കളഞ്ഞാലാണ് A ഡിഫറൻസ് B. അപ്പം നമുക്ക് എങ്ങനെ? അപ്പോൾ റിസൾട്ട് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വെൻ ഡയഗ്രം വരച്ച് നോക്കുക. ആ റിസൾട്ട് അതിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ A ഡിഫറൻസ് B കാണാൻ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് A ഇൻ്റർസെക്ഷൻ B കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? N ഓഫ് A ഡിഫറൻസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു N ഓഫ് A എത്ര ആവും നിങ്ങളെ? 120 മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B 30. അപ്പോൾ 120 മൈനസ് 30 90. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. C2 നോട്ട് C1 ഇതുപോലെ തന്നെ പറയാമല്ലോ. B നോട്ട് A എന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ എങ്ങനെ എഴുതാം? N ഓഫ് B ഡിഫറൻസ് A. ഇതുപോലെ എന്ന് പറഞ്ഞേ N ഓഫ് B ഡിഫറൻസ് A എന്ത് വരും? ഇതാണ് B ഡിഫറൻസ് A. ബിയിൽ നിന്ന് ഇൻ്റർസെക്ഷൻ B കളയുക. N ഓഫ് B മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B വിച്ച് ഈസ് ഈക്വൽ ടു N ഓഫ് B എത്ര? 50 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഇനി ഇത് ഞാൻ വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് ക്ലിയർ ആയല്ലോ? ഈ റിസൾട്ട് വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതൊന്ന് പറയാം.
ഇത് എ, ഇത് ബി, അല്ലെങ്കിൽ ഇത് C1, ഇത് C2. അപ്പം നമ്മൾ വെൻ ഡയഗ്രം വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോമൺ ഭാഗം ഫില്ല് ചെയ്യണം. അപ്പോൾ C1 C2 കൂടെയുള്ള എത്ര പേരുണ്ട്? 30 അല്ലേ? C1 ഇൻ്റർസെക്ഷനിൽ എത്ര വന്നിരിക്കുന്നത്? 30 അല്ലേ? ആ 30 ഇവിടെ അങ്ങ് എഴുതണം. ഇനി എയിൽ മൊത്തം എത്ര പേരാണ്? 120 അല്ലേ? അപ്പോൾ എയിൽ മൊത്തം 120. ഇത്രയും 120, അതിൽ എത്ര ഇവിടെ വന്നു കഴിഞ്ഞു? 30 വന്നു കഴിഞ്ഞു. ബാക്കി എത്ര? 120ൽ 30 പോയ ബാക്കി 90. ഇനി ബിയിലോ? ബിയിൽ എത്രയാണ് മൊത്തം? 50. 50ൽ ഇതാണ് ബി, ഇത്രയുമാണ് ബി. ബിയിൽ 50ൽ 30 വന്നു, ബാക്കി എത്രയുണ്ട്? 20. ഓക്കെ, അപ്പോൾ നോക്ക്, എ ഡിഫറൻസ് ബി എളുപ്പം കിട്ടിയില്ലേ? ഇത്രയും ചെയ്യാൻ തന്നെ 90. ബി ഡിഫറൻസ് എ 20. ഇനി ഇതിലൊന്നിലും പെടാത്ത ആൾക്കാരോ? ഇതിപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്ന്? 30 + 20 50, 50 + 90 140. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 140. പക്ഷേ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 200. അപ്പോൾ 200ൽ ഈ C1 C2 എത്ര പേരേ വന്നോളൂ? 140. അപ്പോൾ ഇതിൽ പെടാത്ത എത്ര പേര് എവിടെയുണ്ട്? 200 140 ഒഴികെ ബാക്കി 60 പേര്. അപ്പോൾ ഈ 60 പേരെങ്ങനെയാ? ഈ C1ലും C2ലും ഒന്നും അല്ലാതെ വേറെ രീതിയിൽ സ്കിൻ ഡിസോർഡർ വന്നതാണ് ഈ 60. അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യനോട് തരാം. നെയ്തർ, അതായത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു നെയ്തർ കെമിക്കൽ C1 നോർ കെമിക്കൽ C2. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേറെ തരുന്നുണ്ട്, എങ്കിലും അതോടെ ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം. നെയ്തർ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി ചേർക്കാം നമുക്ക്. നാലാമതൊരു ക്വസ്റ്റ്യനായിട്ട് എന്താണ്? നെയ്തർ C1 നോർ C2. ഇതിൻ്റെ മീനിങ് എന്താ? എയ്തർ ഓർ ആകുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്? യൂണിയൻ. എയ്തർ ഓർ വരുമ്പോൾ യൂണിയൻ. അതിൻ്റെ നെഗറ്റീവ് അല്ലേ നെയ്തർ നോർ? അപ്പം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ് നെയ്തർ C1 നോർ C1 മൂലമോ C2 മൂലമോ അല്ലാതെ എക്സ്പോസ്ഡ് ആയവർ, ഇത് രണ്ടിലും പെടാത്തവർ. അപ്പോൾ നാലാമത്തെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 4ൻ്റെ ആൻസർ നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ്. എയ്തർ ഓർ മീൻസ് യൂണിയൻ, അതിൻ്റെ നെഗറ്റീവാണ് നെയ്തർ നോർ, അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നാലാമത്തെ ആൻസർ നമുക്ക് വേണമെങ്കിൽ N ഓഫ് യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ്. യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുവിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എ യൂണിയൻ ബി കുറയ്ക്കണം. യൂണിയനിൽ നിന്ന് എ യൂണിയൻ ബി കുറയ്ക്കണം. യൂണിയൻ എത്ര? സോറി യൂണിയൻ അല്ല, യൂണിവേഴ്സൽ സെറ്റ്. അതായത് N ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു N ഓഫ് യു മൈനസ് N ഓഫ് എ യൂണിയൻ ബി. യൂണിവേഴ്സൽ സെറ്റിൽ എത്രയുണ്ടോ അതിൽ നിന്ന് യൂണിയൻ കുറയ്ക്കണം. യൂണിവേഴ്സൽ സെറ്റിൽ എത്രയായിരുന്നു നമുക്കറിയാം? 200 ഉണ്ടായിരുന്നു. 200 ഉണ്ടായിരുന്നു. അതിൽ എ യൂണിയൻ ബിയിൽ എത്ര വന്നു? 140. ബാക്കി എത്ര വന്നു? 60. അതല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിലൊന്നിലും പെടാത്ത 60 ആൾക്കാരുണ്ട്. നെയ്തർ നോർ C1 C2 മൂലം അല്ലാതെ സ്കിൻ ഡിസോർഡർ വന്നവർ എത്ര? അതാണ് നെയ്തർ C1 നോർ C2 യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ് 60. അത് നമുക്കിത് ഈ വെൻ ഡയഗ്രം വരച്ചേ ഉള്ളൂ. അപ്പോൾ വെൻ ഡയഗ്രം വരച്ചപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളത്, ഇത് C1 മാത്രം, ഇത് C2 മാത്രം. ഇനി ഇതിലൊന്നിലും പെടാത്തത് ആ 200ൽ 60. അപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ ഇങ്ങനെ ചെയ്താലും വെൻ ഡയഗ്രം വരച്ച് ചെയ്താലും മാർക്ക് കിട്ടും. പിന്നെ തിയറിറ്റിക്കൽ സ്റ്റെപ്പ് അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുമായിട്ട് കണക്ട് ചെയ്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർവേ ഓഫ് 700 സ്റ്റുഡൻസ് ഇൻ എ കോളേജ്, 180 വെയർ ലിസ്റ്റഡ് as ഡ്രിങ്കിങ് ലിംക, 275 was drinking Miranda and 95 was drinking both. Find how many drink neither Limca nor Miranda. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കോളേജിലെ 700 സ്റ്റുഡൻസിൽ 180 പേർ ഡ്രിങ്കിങ് ലിംക, 275 ഡ്രിങ്കിങ് മിറാൻഡ,
95 drinking both. എങ്കിൽ how many drink neither limca nor Miranda? ലിംഗയും മിറാൻഡയും കഴിക്കാത്ത എത്ര പേർ? നമുക്ക് പേരൻറ് സെറ്റിന് കൊടുക്കാം. ലിംഗ മിറാൻഡ. അപ്പോൾ ലെറ്റ് എ ഡിനോട്ട് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ഡ്രിങ്ക് ലിംഗ. ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് എഴുതുവാണ്. ആൻഡ് ബി ഡിനോട്ട് ദ സ്റ്റുഡൻസ് ഹു ഡ്രിങ്ക് മിറാൻഡ. അപ്പോൾ ലിംഗ ഡ്രിങ്ക് ചെയ്യുന്നവർ നമുക്ക് എ എന്നും മിറാൻഡ ഡ്രിങ്ക് ചെയ്യുന്നവർ നമ്മൾ ബി എന്നും കൊടുത്തു. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 180 drinking limca, that is n of E is equal to 180. 275 drinking Miranda, n of B is equal to 275. 95 drinking both വന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? both വന്നാൽ intersection, that is n of A intersection B is equal to 95. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൗ മെനി ഡ്രിങ്ക് നെയ്തർ ലിംഗ നോർ മിറാൻഡ. ലിംഗയും മിറാൻഡയും കഴിക്കാത്തവർ. ലിംഗയോ നോറാണ്. ലിംഗയോ മിറാൻഡയോ കഴിക്കാത്തവർ. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ നെയ്തർ നോർ വരുമ്പോൾ എന്താണ്? എയ്തർ ഓറിൻ്റെ നെഗറ്റീവ്. എയ്തർ ഓർ എന്നുള്ള എന്താണ്? ഓർ യൂണിയൻ. അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ്. യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ് നമുക്ക് എങ്ങനെ കാണാം? എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ദാറ്റ് ഈസ് എൻ ഓഫ് യു മൈനസ്, വേണമെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റായിട്ടും ചെയ്യാം. ഇത് സെപ്പറേറ്റ് ആയി കാണിക്കാൻ ഞാനൊരു ബ്രാക്കറ്റ് ഇടുകയാണ്. എന്താണ് എൻ ഓഫ് എ യൂണിയൻ ബി? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ എൻ ഓഫ് എ ഉണ്ട്, എൻ ഓഫ് ബി ഉണ്ട്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഉണ്ട്. എൻ ഓഫ് യു എന്താണ്? മൊത്തം എത്ര പേരാണുള്ളത്? നോക്കേ, ഇൻ എ സർവേ ഓഫ് 700 സ്റ്റുഡൻസ് എന്നാണ്. അപ്പോൾ അതാണ് ടോട്ടൽ. അപ്പോൾ നമുക്ക് എൻ ഓഫ് യു ആണ് എത്ര? 700. നമുക്ക് എങ്ങനെ എഴുതാം? 700 മൈനസ് എൻ ഓഫ് എ 180 പ്ലസ് 275 മൈനസ് 95 ഈക്വൽ ടു 700 മൈനസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 5, 8 plus 7, 15, remainder 1, 1 plus 1, 4. 455 minus 95 which is equal to, ഇങ്ങോട്ട് എഴുതാം, n of A union B the whole complement is equal to 700 minus 363. Okay അല്ലേ? 0. ഓക്കെ. അപ്പോഴിവിടെ ലിംഗയോ മിര 700 കുട്ടികളുള്ളതിൽ ലിംഗയോ മിറാൻ്റെ ഇതൊന്നും കുടിക്കാത്ത എത്ര പേരാണ് ഉള്ളത്? 340. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? ഓർ വരുമ്പോൾ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞു? യൂണിയൻ. ആൻഡ് വരുമ്പോഴോ ഇൻ്റർസെക്ഷൻ. നെയ്തർ നോർ വരുമ്പോഴോ? നെയ്തർ നോർ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ്. ഇനി അറ്റ്ലീസ്റ്റ് വൺ ഓഫ് വരുമ്പോഴോ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എന്ന് വരുമ്പോഴെന്തായിരുന്നു? യൂണിയൻ. ഇതൊക്കെ ഓർത്തിരുന്നാൽ മതി ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ. ഇതൊക്കെ മലയാളം മീഡിയത്തിൽ വന്നവർക്ക് ചിലപ്പം വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. അതിനാണ് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്നത്. ഓർ വന്നാൽ യൂണിയൻ ഇടുക, ഓർ എയ്തറോ യൂണിയൻ ഇടുക, ആൻഡ് വന്നാൽ ഇൻ്റർസെക്ഷൻ ഇടുക, അതുപോലെ ബോത്ത് വന്നാലും നമ്മളെന്താ ഇടുന്നത്? ഇൻ്റർസെക്ഷൻ. നെയ്തർ നോർ വന്നാൽ യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ യൂണിയൻ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ.